നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. RSBY ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. അതിലേക്ക് പുതിയ ആളുകൾ എങ്ങനെ ചേർക്കാം, പുതിയ കാർഡ് എങ്ങനെ എടുക്കാം, നിലവിലുള്ളവർ കാർഡ് പുതുക്കണോ എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അക്ഷയ കേന്ദ്രങ്ങളിൽ പോയപ്പോൾ അവർ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ കാണുന്ന വീഡിയോ ഏറ്റവും പുതിയ വീഡിയോ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ 2019-20 ശേഷം പുതിയ ആളുകൾ ചേർക്കാനോ അല്ലെങ്കിൽ പുതിയ കാർഡ് എടുക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല. 2019 അവസാനമായിട്ടാണ് അതിൽ അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നത്. അതിനുശേഷം 2024 ജൂൺ മാസങ്ങളിലെല്ലാം 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ ഈ കാർഡ് എടുക്കുകയും അവർക്ക് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഈ കാർഡിലെ എടുത്ത ആളുകൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ തുടങ്ങിയിട്ടില്ല, അന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാർഡ് എടുത്ത ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. ഇതിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലാണ് ഇനി പുതിയ അപ്ഡേഷൻ വരുന്നത്. സർക്കാരിനുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ, വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ, കാർഡുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റെല്ലാ ആളുകളെയും ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അതിനൊരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ KYC നമ്മൾ ഇതിൻ്റെ കിയോസ്കിൽ നിന്ന് പൂർത്തിയാക്കേണ്ടി വരും. അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കാർഡിൽ ആളെ ഉൾപ്പെടുത്തുകയും KYC അവിടുന്ന് പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള ഈ കാർഡ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജില്ലാ തലത്തിൽ ഇതിൻ്റെ ഒരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും കൂടുതൽ സൗകര്യം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലാണ് അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏതെല്ലാം ഹോസ്പിറ്റലാണ് ഇതിന് സൗകര്യമുള്ളത്, അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ച ആളുകൾക്ക് ഇനി ബാക്കി എത്ര ബാലൻസ് ഉണ്ട് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.